നമസ്കാരം, എൻ്റെ പേര് ജോബിൻ ജോസഫ്. ഞാൻ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ മണ്ണുത്തിയിലും പ്രവർത്തിക്കുന്ന ഞങ്ങൾക്കൊരു 6 ഡിവിഷനുണ്ട്. മണ്ണുത്തിയിലും ഇടുക്കിയിലുള്ള വണ്ടമേട്ടിലുമായിട്ട്. അപ്പോൾ അതിൽ തന്നെ ഞങ്ങളുടെ നഴ്സറി പ്ലാന്റ്സ് വേൾഡ് നഴ്സറിയുടെ ഗ്രൂപ്പിന് 2 ഡിവിഷനിലാണുള്ളത്. ഒന്ന് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ബൊട്ടാണിക്കൽ ഗാർഡനും മറ്റൊന്ന് പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസും. അപ്പോൾ പ്ലാന്റ്സ് വേൾഡ് നഴ്സറി ആൻഡ് ഗാർഡൻ സർവീസ് എൻ്റെ ബ്രദർ സോബിനാണ് നടത്തുന്നത്. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞാനാണ് നടത്തുന്നത്. ഇടുക്കിയിലുണ്ടല്ലേ സാറിന്? ഇടുക്കിയിലുണ്ട്. ഇടുക്കിയിലപ്പോൾ എങ്ങനെ നഴ്സറി? ഇടുക്കിയിൽ നഴ്സറി പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇടുക്കി ഫണ്ടമെന്റലുള്ളത്. പിന്നെ ഇവിടെ ഇപ്പം ഇങ്ങനെയൊക്കെയാണ്. ഇപ്പം നമുക്കിവിടെ മണ്ണുത്തി തന്നെ കുറച്ച് ഏരിയയിൽ ഞങ്ങൾക്കൊരു ഇവിടെ മാത്രം ഒരു 10-20 ഏക്കർ സ്ഥലത്ത് നഴ്സറി ചെയ്യുന്നുണ്ട്. ടോട്ടൽ ഒരു 30 ഏക്കർ സ്ഥലത്ത് നഴ്സറി. ഇവിടെ മാത്രം എത്ര ഏക്കർ സ്ഥലം ഉണ്ടാവും? ഇതിപ്പം ഉദ്ദേശം ഒരു 20-ൽ താഴെ, 20-നോടടുത്ത്. കാരണം ഞങ്ങൾ വന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടപ്പോൾ ഇത് നമ്മൾ മണ്ണുത്തിയിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു നഴ്സറി ആയിട്ടാണ് കണ്ടത് കേട്ടോ. അങ്ങനെ അത്രയേറെ പ്ലാന്റ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ എത്ര എടുത്ത് തീർത്താലും അതെ, അങ്ങനെയല്ല. ഞങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്രൂട്ട്സ് പ്ലാന്റുകളുടെ ലാർജ് കളക്ഷൻ, അതായത് എല്ലാവിധ പുതിയ വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ, പുതിയതും പഴയതുമായിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകൾ. അതിപ്പോ ഈ ലാൻഡ്സ്കേപ്പിംഗ് പ്ലാന്റുകളുടെ ഇത് കളക്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സീസൺ ബേസ് ആയിട്ട് ചെയ്യുന്ന ബോഗൺവില്ല. അപ്പം ബോഗൺവില്ല എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു വർഷത്തിൽ ഒരു 4 മാസമാണ് ഇതിന്റെ ശരിയായ സീസൺ. അതൊരു നവംബർ ലാസ്റ്റ് തൊട്ട് സീസൺ തുടങ്ങും. അതൊരു ഫെബ്രുവരി മാർച്ച് വരെ. മാർച്ച് കഴിയുമ്പോഴത്തേനും വെയിലൊക്കെ കൂടും, വെള്ളത്തിന് ക്ഷാമമൊക്കെ തുടങ്ങും. അപ്പൊ പിന്നെ സെയിൽ കുറയും, പിന്നെ ഫ്ലവറും കുറയും. അപ്പൊ ഏറ്റവും ഫ്ലവറിംഗ് ആ ടൈം മാത്രമാണ്. അപ്പം ബോഗൺവില്ലയുടെ തന്നെ നമ്മുടെ ഏതാണ്ട് ഒരു 120 വെറൈറ്റികളോളം പ്ലാന്റുകളുണ്ട്. 120 വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ തന്നെ നമ്മളിപ്പോ ഒരു വർഷം എനിക്ക് തോന്നുന്നത് ഒരു 3 ലക്ഷം പ്ലാന്റുകൾ ഞാനും എന്റെ ബ്രദറും കൂടെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ പ്ലാന്റുകളൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഒരു 80% ഇപ്പൊ തന്നെ ഒരു 60% മുകളിൽ സെയിൽ ആയി കഴിഞ്ഞു. 60 to 70% സെയിൽ ആയിട്ടുണ്ട്. ഹ്യൂജ് സെയിൽ നടക്കുന്നുണ്ട്. ഉണ്ട്. അതിപ്പോ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കസ്റ്റമർ എന്ന് പറഞ്ഞാൽ കൂടുതലും ഹോൾസെയിൽ നഴ്സറി, അതായത് കേരളത്തിലെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള നഴ്സറി എന്നുള്ളത്. അതാണ് ബോഗൺവില്ലയുടെ മെയിൻ. ബാക്കി ഫ്രൂട്ട്സ് ഐറ്റംസ് നമ്മൾ ഇവിടുന്ന് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വിടുന്നുണ്ട്, അതുപോലെ ബംഗ്ലാദേശിലേക്കൊക്കെ വിടുന്നു. പുറത്തേക്കും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് കാണാം. നമ്മൾ റേറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. അതായത് റേറ്റ് നമുക്ക് പറഞ്ഞ നഴ്സറിയിൽ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ അപ്രാപ്യ. ശരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അപ്പൊ ഞങ്ങളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നഴ്സറികളാണ്. അതായത് ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾ കസ്റ്റമേഴ്സിനും ഹോൾസെയിൽ പ്രൈസിന് തന്നെ റീറ്റെയിൽ കസ്റ്റമേഴ്സിന് സാധനങ്ങൾ കൊടുക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും ഈ വില പറഞ്ഞു ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ നിന്ന് മറ്റു നഴ്സറിക്കാരാണ് ഈ പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അവർക്കും ഇതിനകത്ത് മാർജിൻ ഇട്ടിട്ട് വേണം. അപ്പൊ ഇത് പലരുടെയും ജീവിത മാർഗങ്ങളാണ്. അപ്പൊ നമ്മളൊരു വില പറഞ്ഞ അപ്പൊ ചിലപ്പം ഇവിടുന്ന് എടുക്കുന്നതിനേക്കാളും 10-20 രൂപ കൂട്ടി, അല്ലെങ്കിൽ 10% 20% കൂട്ടി ആൾക്കാർ വിൽക്കും. അപ്പം പക്ഷെ നമ്മളെ വില പറഞ്ഞ അങ്ങനെ നമ്മുടെ കസ്റ്റമേഴ്സ് ഈ വീഡിയോ കാണുന്ന കസ്റ്റമേഴ്സ് പറയും വില പറയാത്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ അതിന്റെ നിജസ്ഥിതി ഇതാണ്. മറ്റുള്ളവർക്കും കൂടെ അത് ബാധിക്കും. കാരണം എപ്പോഴും നമ്മൾ ബിസിനസ്സിൽ നമ്മൾ ഏറ്റവും ചെറിയ തൊട്ട് മുകളിലുള്ള എല്ലാവരുടെയും സംരക്ഷിച്ച് വേണം പോകണം. തീർച്ചയായിട്ടും. അപ്പൊ എന്നും പറഞ്ഞ് നമ്മളിവിടെ ഹോൾസെയിൽ മാത്രമേ കൊടുക്കുന്നില്ല. റീറ്റെയിൽ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് ഹോൾസെയിൽ റേറ്റ് തന്നെ ചെയ്യും. പക്ഷെ അത് വാങ്ങണം. പിന്നെ നമുക്ക് അതിനകത്ത് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പരമാവധി നിങ്ങൾ ഫോണില് കോള് ചെയ്യാതെ പരമാവധി വരിക. അതായത് വാട്സാപ്പ് എന്തെങ്കിലും അത്യാവശ്യം വാട്സാപ്പിലൊക്കെ ലൊക്കേഷൻ. കാരണം എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോ വന്നു കഴിഞ്ഞാൽ കുറെ ദിവസത്തേക്ക് കോളുകളായിരിക്കും. അപ്പൊ അത് നമുക്ക് ഇതെല്ലാം ഒന്നും കോൾ എടുത്ത് ചെയ്യാം. കാരണം മറ്റു പരിപാടികളൊക്കെ നടക്കുന്നു ഇവിടെ. വാട്സാപ്പിലൂടെ മെസ്സേജ് കൊടുക്കുകയാണോ? ഓക്കെ. റേറ്റ് കാര്യം നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് നമ്മൾ ഈ വീഡിയോയിൽ റേറ്റ് പറയുന്നില്ല എന്നേ ഉള്ളൂ. അറിയണമെന്നുണ്ടെങ്കിൽ അല്ല, വീഡിയോയിൽ റേറ്റ് പറഞ്ഞു ഒരിക്കലും ഒരു ഹോൾസെയിൽ നഴ്സറിക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്ത് അറിയണമെന്നുണ്ടെങ്കിൽ സാറിന് മെസ്സേജ് അയച്ചാൽ സാർ റേറ്റ് കാര്യം പറഞ്ഞ് വരാവുന്നതാണ്. എന്തായാലും നിങ്ങൾക്ക് മറ്റുള്ള നഴ്സറികളെക്കാളും എന്താ പറയുക ഹോൾസെയിൽ റേറ്റ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യം ഷുവർ ആണ്. കാരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ ഒരു 300 to 400 റെഗുലർ കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അതിന് നഴ്സറികളുള്ള സ്ഥാപനമാണ്. ഓക്കെ. അപ്പം നമ്മൾ റേറ്റ് കൂട്ടി പറഞ്ഞാൽ അപ്പൊ വീഡിയോയിൽ പല കമന്റുകളും വരും റേറ്റ് കൂടുതലാണ് അങ്ങനെ. പക്ഷെ അങ്ങനെ റേറ്റ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സാധനം അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. ന്യായമായ റേറ്റ്, ഏറ്റവും നല്ല ചെടികൾ. അപ്പൊ ഓക്കെ. അപ്പൊ ബാക്കി വിശേഷം നമുക്ക് ചെടികളിലേക്ക് കിടക്കാം. ഇത് CC പ്ലാന്റ് ഗ്രീൻ ആണ്. ഇത് അഡീനിയത്തിന്റെ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചേക്കാട്ടോ. അതൊക്കെ ഇതിൽ നമുക്കൊരു കുറെ കളേഴ്സ് ഉണ്ട്. പിന്നെ ആണെങ്കിൽ 4 പെറ്റിലുണ്ട്, ഡബിൾ പെറ്റിലുണ്ട്. പിന്നെ കുറെ അധികം കളേഴ്സ് നമുക്ക് അഡീനിയത്തില്
അത് അഡീനിയത്തിന്റെ എന്താ സിംഗിൾ പെറ്റിലാട്ടോ അത്. അത് കുറേ അധികം കളേഴ്സ് കാണാൻ പറ്റും നമുക്ക്. യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഇത് ഡാർക്ക് ഫാം എന്ന് പറയും. നല്ലൊരു വെറൈറ്റിയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷി ആയിട്ട് വരുന്ന ഒരു ഐറ്റാട്ടോ ആ പാം. ഇത് ജേഡ് വൈന്. ഇത് ക്രീപ്പറാണ്. ഇത് നല്ല എന്താ പറയാ, ഫ്ലവറിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം ഭംഗിയിൽ ഇങ്ങനെ കൊലയായിട്ടുണ്ടായി നിൽക്കുന്ന ഒരു ഐറ്റാണ്. ഇത് സൈപ്രസ്. ഇത് ഇൻഡോർ ആണ് കേട്ടോ. സൈപ്രസിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഔട്ട്ഡോറും ഉണ്ട്, ഇത് ഇൻഡോർ ആണ്. ഇത് അധികം ഹൈറ്റ് പോവില്ല. ഇതിങ്ങനെ ഒരു സ്റ്റെം പോലെ വന്നിട്ട്. ഇത് അഗ്ലോണിമ. ഇത് അഗ്ലോണിമയുടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അതിൽ ഗ്രീൻ ഉണ്ട്, പിങ്ക് ഷെയ്ഡ് കയറുന്നതുണ്ട്, അങ്ങനെ കുറച്ച് ഐറ്റംസ്. ഇത് മോൺസ്റ്റർ പ്ലാന്റ്. ഇത് ചെറുത് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ വലിയ പ്ലാന്റ്. ഇത് ലോങ്ങൺ. ഇത് ഓൾ സീസൺ ലോങ്ങൺ ആണ്. ഇത് എല്ലാ സീസണിലും ഇത് ഉണ്ടാവണ ഒരു എപ്പോഴും എല്ലാ സീസണിലും ഇത് ഫ്രൂട്ട് ഇടുന്നതാണ്. കൊലയായിട്ട് ഉണ്ടാവുകയും ചെയ്യും. ഇത് ഏതാ ടൈപ്പ് വരുന്നത്? ഇത് ഗോൾഡൻ ആണ്. ഗോൾഡൻ ആപ്പിൾ ആണല്ലേ? ഇത് ഒരു ഗോൾഡൻ കളർ ആയിട്ട് വരും. സ്വീറ്റ് ഒരു മഞ്ഞ കളർ. അപ്പൊ സ്വീറ്റ് ആണ്. സ്വീറ്റ് ആണ്. എത്ര വർഷം എടുക്കും ഇത് കായ്ക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൂടെ? 3-4 കൊല്ലൊക്കെ ഉണ്ടാവും. നമ്മുടെ കാലാവസ്ഥ, മാക്സിമം ആട്ടാ പറയണേ. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ. ഇത് സീറ്റ് ലൂബി. ഇത് ആശ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഇത് കായ നല്ല വലിപ്പമുണ്ട്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള റൈറ്റാണ്. ഇത് വിയറ്റ്നാം മാൾട്ട. ഇത് നമ്മളവിടെ ചെറിയ അതിന്റെ പ്ലാന്റ് കണ്ടിട്ടുണ്ട്. അതിന്റെ വലിയ പ്ലാന്റ് കായ്ച്ചു നിൽക്കണത് കേട്ടോ. ഇതിൽ തന്നെ നമുക്ക് ഇത് കൂടാണ്ട് കുറച്ച് അധികം വെറൈറ്റീസ് ഉണ്ട്. അർജുന, പിന്നെ അദർണയുടെ മൂൺലൈറ്റ്, പിന്നെ മൂൺലൈറ്റ് യെല്ലോ, സിൽവർ പിങ്ക്, എന്താ പറയാ ഒരു വിശാലമായ കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പൈറോപ്പന്റെ തന്നെ എന്താ പറയാ, പൈറോപ്പില്, ഫ്ലെയിം റെഡ്, റൂബി റെഡ്, അങ്ങനെ 3 തന്നെയാണ് വരുന്നത്. അതിൽ പറയാ, പറയാൻ പറ്റില്ല, അത്ര അധികം കളക്ഷൻസ് ആണ് നമുക്കിവിടെ ഉള്ളത്.